ഇന്നത്തെ സന്ദേശം ആത്മാവിന്റെ നടത്തിപ്പ്. ഇന്നത്തെ സന്ദേശത്തിന്റെ പേര് ആത്മ നടത്തിപ്പ്. ഹല്ലേലൂയ. The guidance of Holy Spirit. ആത്മാവിന്റെ നിയോഗം, ആത്മാവിന്റെ നടത്തിപ്പ്. വിഷയത്തിലേക്ക് വരാം. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 14 വരെ. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം. അത് എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകുമെന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ അവൻ അവനെ യെരൂശലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് ചാടുക. നിന്നെ കാക്കുവാൻ അവൻ തന്റെ ദൂതന്മാരോട് നിന്നെക്കുറിച്ച് കൽപ്പിക്കുകയും നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം അവർ നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുകയും ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് അരുളി ചെയ്തിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. അടുത്ത വാക്യം. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. ആത്മാവിന്റെ നടത്തിപ്പ്, ആത്മാവിന്റെ നിയോഗം. അത് എന്തിനാണ്, അതാർക്കാണ്? ഈ വിഷയങ്ങൾ ഇന്ന് പകൽ നമ്മൾ ഇവിടെ പഠിക്കുമ്പോൾ ഞാൻ ആരെക്കുറിച്ചാണോ പ്രസംഗിക്കുന്നത് അവന്റെ കരം ഇന്ന് പകൽ നിങ്ങളെ തൊടും. രണ്ടാമത്തെ വാക്യം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു, ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അപ്പോൾ യേശു ക്രിസ്തു 40 ദിവസം ഉപവാസത്തിലാണ്. ആ ദിവസങ്ങളിൽ യേശു ഒന്നും ഭക്ഷിച്ചില്ല. അപ്പൊ ഇതൊരു നൊയമ്പല്ല. ഉപവാസവും നൊയമ്പും ഒക്കെ ഒത്തിരി വ്യത്യാസമുള്ള കാര്യങ്ങളാണ്. ഇതിന്റെ പേരിലാണ് നൊയമ്പ് നോക്കുന്നെങ്കിൽ ഇതല്ലത്. കാരണം ഉപവാസം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭക്ഷണം വെടിഞ്ഞ് ദൈവത്തോട് കൂടെ വസിക്കുന്നതാണ്. ദൈവത്തോട് കൂടെയുള്ള വാസത്തെയാണ് ഉപവാസം എന്ന് പറയുന്നത്. ഉപവാസം എന്ന് പറയുന്നത് ആരെങ്കിലും എടുക്കുന്നത് കണ്ടിട്ട് എടുക്കാനുള്ളതല്ല, ആരെങ്കിലും പറഞ്ഞിട്ട് ചെയ്യാനുള്ളതുമല്ല. ഇത് ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു നടത്തിപ്പാണ്. ആത്മാവിന്റെ നടത്തിപ്പിലാണ് നീ ഇരിക്കുന്നെങ്കിൽ. എത്ര പേർക്ക് ഞാൻ പറയുന്നത് നോക്കിയേ. യേശുവിനെ ആത്മാ മരുഭൂമിയിലേക്ക് നടത്തി. ഞാൻ പഠിപ്പിക്കുകയാണ്, ഒരു കാര്യം നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ഇതിനകത്ത് ഇൻസുലിൻ എടുക്കുന്നവരുണ്ട്, ഷുഗർ പേഷ്യൻസ് ഉണ്ട്, ഗുളിക കഴിക്കുന്നവരുണ്ട്. I request you, really I request you. ദൈവത്തിന്റെ ആത്മാവ് പരിജ്ഞാനത്തിന്റെ ആത്മാവാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ മരുന്നെല്ലാം നിർത്തുക, ഉപവാസം ഇരിക്കാൻ പോവാ. നോ, പാടില്ല. കാരണം നിങ്ങൾ ഒരാൾക്ക് വിധേയപ്പെട്ടാൽ, ഒരു ഡോക്ടറിന് നിങ്ങൾ വിധേയപ്പെട്ടാൽ അങ്ങാര് പറയുന്ന അനുസരിക്കുന്നതാ നിങ്ങൾക്ക് നല്ലത്. ഒരു ഡ്രൈവർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടങ്ങി ആ സീറ്റിൽ ഇരിക്കുന്ന നല്ലേ. കാരണം നമ്മളെ ഇപ്പൊ ആരാണോ നടത്തുന്നത് ആ വ്യക്തിക്ക് വിധേയപ്പെടുന്നതാ ഏറ്റവും നല്ലത്.
സ്തോത്രം. പിന്നെ ആർക്കേലും പരിശുദ്ധാത്മാവ് വന്ന് പറയുക, മകനെ മരുന്ന് നിർത്തിക്കോ, നീ എൻ്റെ സന്നിധിയിൽ വെള്ളം കുടിച്ച് ഉപവസിച്ചോ. We need the God guidance. നമുക്കൊരു ദൈവം നിയോഗം എല്ലാത്തിലും ആവശ്യമാണ്. യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ഇന്നത്തെ സന്ദേശത്തിലൂടെ നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ദൈവഹിതം നമ്മൾ തിരിച്ചറിയുക. ഈ വിഷയത്തിൽ ആധികാരികമായി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇതിനു മുമ്പൊരു സംഭവം നടന്നിട്ടുണ്ട്. യേശു ഈ മരുഭൂമിയിലേക്ക് ആത്മാവ് യേശുവിനെ നടത്തുന്നതിന് മുമ്പൊരു സംഭവം നടന്നിട്ടുണ്ട്. അതും കൂടെ കണക്ട് ചെയ്ത് പഠിച്ചാലേ മനസ്സിലാവൂ. ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായം, നമ്മളിപ്പോൾ വായിച്ചത് 4-ാം അധ്യായമാണ്. 3-ാം അധ്യായം 15 മുതൽ 22 വരെ വായിക്കാം. ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായം 15 മുതൽ 22 വരെ ശ്രദ്ധിച്ചു വായിക്കണം. യെസ്. ജനം കാത്തുനിന്നു. അവൻ ക്രിസ്തുവോ എന്ന് എല്ലാവരും ഹൃദയത്തിൽ യോഹന്നാനെ കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു. അബിയാക്കൂറിന്റെ നിയമപ്രകാരം ആലയത്തിനകത്ത് ശുശ്രൂഷ ചെയ്യേണ്ട സക്കറിയാവ് എന്ന പുരോഹിതന്റെ ഏക മകനായ യോഹന്നാൻ ഇപ്പോൾ യോർദാന്റെ നദിയിൽ ഒട്ടകത്തിന്റെ തോൽ കൊണ്ടുള്ള വസ്ത്രം ധരിച്ച് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാരെ മാനസാന്തരത്തിലേക്കും മാനസാന്തരത്തിന്റെ ഫലമായ സ്നാനത്തിലേക്കും യോഹന്നാൻ അവിടെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഈ സംഭവം അവിടെ നടക്കുന്നത്. ശ്രദ്ധയോടെ വായിക്കാം. ജനം കാത്തുനിന്നു. അവൻ ക്രിസ്തുവോ എന്ന് എല്ലാവരും ഹൃദയത്തിൽ. അപ്പം മശിഹ വരുമെന്ന്, ക്രിസ്തു വരുമെന്ന് എല്ലാവർക്കും അറിയാം. യോഹന്നാന്റെ ഈ ശബ്ദവും ഈ പ്രവൃത്തിയും ഈ കാര്യങ്ങളും ഒക്കെ കണ്ടപ്പം അതിന് ക്രിസ്തു ആയിരിക്കുമോ എന്നവർ സംശയിച്ചു. എന്നാൽ ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു. യോഹന്നാൻ പറയാ, ഞാൻ നിങ്ങളെ ഈ തണുത്ത വെള്ളത്തിൽ, യോർദാന്റെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു, എങ്കിലും എന്നേക്കാൾ ശക്തനായവൻ. ഈ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ നന്നായി പിടിച്ചകത്തിട്ടാലേ എനിക്ക് ഇതിന്റെ പ്രധാന പോഷണി വരാനൊക്കെ. എന്നിലും ശക്തനായവൻ എന്റെ പിന്നാലെ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ, അവന്റെ പ്രത്യേകത, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും, ഞാൻ യോർദാന്റെ വെള്ളത്തിനകത്ത് സ്നാനപ്പെടുത്തി വിടുമ്പോൾ അവൻ നിങ്ങൾക്ക് മറ്റൊരു സ്നാനം തരും. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. റീഡ്. അവന് വീശുമുറം കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിര് കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. മറ്റു പലതും അവൻ. ഇത് ശ്രദ്ധിക്കണം. അവന്റെ പ്രത്യേകത യേശുവിനെ കുറിച്ച് പറയുന്നേ. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി. ഇവിടെ എല്ലാം കേറി ചിന്തിച്ചോണം. യേശു കർത്താവ് കൂട്ടിവെച്ചിരിക്കുന്ന വിത്തുകൾ, ഗോതമ്പുകളാണ് ഇതിനകത്തിരിക്കുന്നത്. ഈ ഗോതമ്പിനെ അവന് കൂട്ടിവെക്കാൻ ഒരു കളം വേണം. ആ കളത്തിനകത്താണ് ഇവൻ ഇതിനെ കൂട്ടിവെക്കുന്നത്. അതാണ് ദൈവത്തിന്റെ സഭ. അരി പാറ്റിയിട്ടുള്ളവർക്കൊക്കെ അറിയാം. അരി മുറത്തിനകത്തിട്ട് തട്ടുമ്പോ പറന്നു പോവും, പുറത്തു പോവും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. സ്തോത്രം. തമ്പുരാൻ ഒരു പാറ്റിയാൽ എനിക്കുറപ്പുണ്ട്, മണികൾ മാത്രമേ കിടക്കത്തുള്ളൂ, പതിര് പുറത്തു പോകും. നോക്കുക, ജീവിതത്തിൽ ഒരു പ്രതികൂലം കടന്നു വരുമ്പോൾ, യേശുവിനെ അറിഞ്ഞത് കാരണത്താൽ ഒരു വിമർശനം കടന്നു വരുമ്പോൾ, ഒരു കുറ്റപ്പെടുത്തൽ കടന്നു വരുമ്പോൾ,
ഞാൻ അറിഞ്ഞ കാര്യം സത്യമാന്നുള്ള ഉറപ്പകത്തുള്ളവൻ ഈ മുറത്തിനകത്ത് തന്നെ കിടക്കും, അല്ലാത്തതൊക്കെ പറന്നു പോകും. ഞാൻ അറിഞ്ഞ സത്യത്തിൽ എനിക്കൊരു ഉറപ്പ് വേണം. താഴേക്ക് വായിക്കാം പാസ്റ്റർ, വേഗത്തിൽ വായിക്കാം. പതിര് കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. മറ്റു പലതും അവൻ പ്രബോധിപ്പിച്ചുകൊണ്ട് ജനത്തോട് സുവിശേഷം അറിയിച്ചു. എന്നാൽ ഇടപ്രഭുവായ ഹേരോദാവ് സഹോദരന്റെ ഭാര്യ ഹേരോദ്യ നിമിത്തം ഹേരോദാവ് ചെയ്ത സകല ദോഷങ്ങൾ നിമിത്തവും യോഹന്നാൻ അവനെ ആക്ഷേപിക്കുകയാൽ അതെല്ലാം ചെയ്തുകൂടാതെ അവനെ തടവിലാക്കുകയും ചെയ്തു. ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റു. പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. ഇനി 4-ാം അധ്യായം 1-ാം വാക്യം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. സ്നാനപ്പെട്ട് യോർദാൻ നിന്ന് മടങ്ങി, പരിശുദ്ധാത്മ നിറഞ്ഞവനായി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. അപ്പം 4 കാര്യങ്ങൾ ഇവിടെ നടന്നു. 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. 1, വാക്യം 21 ജലസ്നാനം. വാക്യം 22 ആത്മസ്നാനം. 4-ാം അധ്യായം വാക്യം 1 ആത്മനിറവ്. 4 ആത്മ നടത്തിപ്പ്. 3 കാര്യം നടന്നു. 1 ജലസ്നാനം. ജലസ്നാനം കഴിഞ്ഞ ഉടനെ യേശുവിന് ലഭിച്ചത് ആത്മസ്നാനമാണ്. ആത്മസ്നാനത്തിൽ നിന്നും യേശു കയറിയത് ആത്മനിറവിലേക്കാണ്. ആത്മനിറവിൽ നിന്നവന് ഉണ്ടായത് ആത്മ നടത്തിപ്പാണ്. വരിക. അപ്പൊ നമുക്ക് ഈ വിഷയം ഒന്ന് പഠിക്കാം. 1 അവിടെ നടന്നത് ജലസ്നാനം. ജലസ്നാനത്തെ കുറിച്ച് ഇന്ന് ഞാൻ എടുക്കുന്നില്ല. അതിനെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയാം. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്ന എങ്ങനെ? അല്ല, യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കുള്ളവരാകുന്നു. എന്താണ് ജലസ്നാനം? റോമർ 6-ന്റെ 1 മുതൽ ദയവായിട്ടൊന്ന് വായിച്ചു കേൾപ്പിക്കാം. യെസ്, കം ഓൺ. ആകയാൽ നാം എന്തു പറയണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും അരുത്. യെസ്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ യേശുക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം. കേരളത്തിന്റെ കൾച്ചറിൽ, മലയാളികളുടെ അഭിപ്രായത്തിൽ നാട്ടുകാർ പറഞ്ഞുണ്ടാക്കി എന്തെന്നറിയോ? പെന്തക്കോസിൽ ചേരാൻ സ്നാനം. മണ്ടത്തരമാ പറയുന്നേ, കെട്ടുകഥയാ പറയുന്നേ, ഫൂളിഷ്നെസ്സാ പറയുന്നേ. ബൈബിള് പറയുന്ന കേക്ക്, യേശുവിന്റെ കൂടെ ചേരുവാൻ. ഇത് മതത്തിൽ ചേരാനല്ല, ഇത് സംഘടന ചേരാനല്ല, ഇത് മതം മാറാനല്ല, ഇത് യേശുവിന്റെ കൂടെ ചേരാനാ. 1-ാമത് യേശുക്രിസ്തുവിൽ എന്ത് നടന്നു? ജലസ്നാനം നടന്നു. 2-ാമത് നടന്നത് ആത്മസ്നാനം. 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. അല്ലേ? അവിടെ തൊട്ടാണ് ഫാസ്റ്റിംഗ് തുടങ്ങിയത്, ഫാസ്റ്റിംഗ് ഇരുന്നത്. ആത്മനിറവിൽ നിന്നുകൊണ്ടാണ് പിശാചിന്റെ പരീക്ഷകളെ ജയിച്ചത്. എല്ലാവരും പറഞ്ഞ ആത്മനിറവിൽ നിന്ന് യേശു പിശാചിന്റെ പരീക്ഷ ജയിച്ചു. എന്നാ 14-ാമത്തെ വാക്യം വായിച്ചേ. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലേക്ക് മടങ്ങിച്ചെന്നു. അപ്പം യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞു, പരീക്ഷകളെ ജയിച്ചു. പിന്നെ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനല്ല, യേശു ആത്മാവിന്റെ ശക്തിയുള്ളവനായി മാറി. അപ്പൊ പരിശുദ്ധാത്മ നിറവുണ്ട്, പരിശുദ്ധാത്മ ശക്തിയുണ്ട്. ജലസ്നാനത്തിലൂടെ യേശു കർത്താവ് ചെന്നത് ആത്മസ്നാനത്തിലേക്കാണ്. എല്ലാവരും പറഞ്ഞ ആത്മസ്നാനം. ഈ ആത്മസ്നാനം എന്താണെന്നറിയാം? എന്താണ് ആത്മസ്നാനം? ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായം 22-ാം വാക്യത്തിലും മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം
16 വാക്യത്തിലും മർക്കോസ് സുവിശേഷം 1 അധ്യായം 10 വാക്യത്തിലും യോഹന്നാൻ സുവിശേഷം 3 അധ്യായം 34 വാക്യം 4 സുവിശേഷങ്ങളിലും ആത്മസ്നാനത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആത്മസ്നാനം. അതിൽ ലൂക്കോസ് 3:22 നമ്മളിപ്പോൾ വായിച്ചു. മത്തായി 3:16 അത് എഴുതിയിട്ടുണ്ട്. മർക്കോസ് 1:10 എഴുതിയിട്ടുണ്ട്. യോഹന്നാൻ 3:34 എഴുതിയിട്ടുണ്ട്. അപ്പൊ ആത്മസ്നാനം, ആത്മനിറവ്, ആത്മശക്തി. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ആത്മസ്നാനം, ആത്മനിറവ്, ആത്മശക്തി. അപ്പൊ ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകും നിങ്ങൾ ആരാണ്. ഹല്ലേലൂയ. എന്താണ് ആത്മസ്നാനം? ആത്മസ്നാനത്തിന്റെ പ്രത്യേകത ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന അനുഭവമാണ് ആത്മസ്നാനം. ആത്മസ്നാനം എന്ന് പറഞ്ഞാൽ എവറിഡേ ഉണ്ടാകുന്ന കാര്യമല്ല. ആദ്യമായി പരിശുദ്ധാത്മ ശക്തി നിങ്ങളുടെ മേൽ വന്ന ദിവസമാണ് നിങ്ങൾ ആത്മസ്നാനം പ്രാപിച്ചത്. പിന്നെ ആത്മസ്നാനമില്ല. ജീവിതത്തിൽ ആദ്യമായി ദൈവാത്മാവിന്റെ ശക്തി നിങ്ങളെ തൊട്ടപ്പോൾ, ദൈവാത്മാവിന്റെ ശക്തി നിങ്ങൾ ആദ്യമായി അനുഭവിച്ച സമയമാണ് ആത്മസ്നാനം. ആ വാക്കിൽ തന്നെ സ്നാനം ഒന്നേ ഉള്ളൂ, ഒരു പ്രാവശ്യമേ ഉള്ളൂ. ആത്മസ്നാനം എല്ലാ ദിവസവും നടക്കത്തില്ല. ഇതിൽ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച ഒരു വ്യക്തി അടുത്ത സ്റ്റെപ്പ് കയറുന്നത് ആത്മസ്നാനത്തിൽ നിന്നും ആത്മനിറവിലേക്കാണ്. ആത്മനിറവെന്ന സ്റ്റെപ്പിലേക്ക് കയറിയ ഒരു വ്യക്തി അടുത്ത സ്റ്റെപ്പിൽ കയറുന്നത് ആത്മശക്തിയിലേക്കാണ്. ആത്മശക്തിയിൽ ഒരുത്തൻ കയറിയാൽ അത് മരിക്കുന്നത് വരെ ആ ശക്തി വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കും. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. അപ്പൊ ആത്മസ്നാനം എന്ന് പറയുന്നത് ഒരിക്കൽ മാത്രം നടക്കുന്ന കാര്യമാണ്. ഒരിക്കൽ മാത്രം. ഇതുവരെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോ സാന്നിധ്യമോ അനുഭവമോ അനുഭവിക്കാത്തൊരു വ്യക്തി ഇതിനകത്തുണ്ടെങ്കിൽ, ഇന്ന് പരിശുദ്ധാത്മ ശക്തി നിങ്ങൾ അനുഭവിച്ചാൽ, പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊട്ടാൽ, അതിന്റെ പേരാണ് ആത്മസ്നാനം. എന്നാൽ അടുത്ത ഞായറാഴ്ച നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നത് ആത്മസ്നാനമല്ല, നിങ്ങളുടെ മേൽ വെളിപ്പെടുന്നത് ആത്മനിറവായിരിക്കും. ആത്മസ്നാനം ഒരിക്കൽ മാത്രം സംഭവിച്ചു, ഒരിക്കൽ മാത്രം സംഭവിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 11 അധ്യായം 13 മുതൽ 16 വരെ. യെസ്. അവൻ തന്റെ വീട്ടിൽ ഒരു ദൂതൻ നിൽക്കുന്നത് കണ്ടു എന്നും, നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന മറുപേരുള്ള ശീമോനെ വരുത്തുക, നീയും നിന്റെ ഗൃഹം മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ അവൻ നിന്നോട് സംസാരിക്കുമെന്ന് ദൂതൻ പറഞ്ഞു എന്നും ഞങ്ങളോട് അറിയിച്ചു. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും പത്രോസ് സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ, ആദിയിൽ അപ്പോസ്തലന്മാരുടെ മേൽ വന്നതുപോലെ അവരുടെ മേലും വന്നു. അപ്പോൾ ഞാൻ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വാക്ക് ഓർത്തു. നിങ്ങൾക്കോ പരിശുദ്ധാത്മസ്നാനം, ആത്മസ്നാനം ലഭിക്കും എന്ന വാക്കോർത്തു. ആത്മസ്നാനം. അപ്പൊ അപ്പോസ്തല പ്രവൃത്തി 1 അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം, ഈ വീട്ടിൽ കൂടിയിരിക്കുന്ന മുഴുവൻ ആൾക്കാരും ജാതികളാണ്. 11 അധ്യായത്തിന്റെ 1 മുതൽ 1 വായിക്കാം പാസ്റ്ററെ. ജാതികളും ദൈവവചനം കൈക്കൊണ്ടു എന്ന് അപ്പോസ്തലന്മാരും യഹൂദയിലുള്ള സഹോദരന്മാരും കേട്ടു. പത്രോസ് യെരൂശലേമിൽ എത്തിയപ്പോൾ, അപ്പോ ഈ വീട്ടിൽ ഇപ്പം ഇരിക്കുന്ന ആൾക്കാർ മുഴുവൻ ജാതികളാണ്. പത്രോസ് എഴുന്നേറ്റ് എന്ന് പ്രസംഗിച്ചപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അനുഭവം അവർക്കുണ്ടായി. അപ്പോൾ പത്രോസ് പറയുകയാണ്, ഇത് മറ്റൊന്നുമല്ല, ഇങ്ങനെ ഒരു ആത്മസ്നാനം ജാതികളുടെ മേൽ ആദ്യം വെളിപ്പെടുമെന്ന് ആമീൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആദ്യം ഉണ്ടാകുന്ന അനുഭവത്തെയാണ് ആത്മസ്നാനം എന്ന് പറയുന്നത്. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികൾ 2 അധ്യായം 1 മുതൽ ഉള്ള വാക്യങ്ങളൊന്ന് നോക്കാം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു.
അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ആ. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അണ്ടർലൈൻ ചെയ്യണം, നോട്ട് ചെയ്യണം. പരിശുദ്ധാത്മാവ് ഇത് ഇപ്പം നടന്നത് എന്തുവാ? ആത്മസ്നാനം അല്ല. ഇപ്പം നടന്നത് എന്തുവാ? ആത്മനിറവ്. അപ്പൊ നിങ്ങളുടെ ചോദ്യം, ശിഷ്യന്മാർ ആദ്യമായിട്ടല്ലേ സെഹിയോൻ മാളികയിൽ കൂടിയിരുന്നത്? അന്നല്ലേ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് വന്നത്? അപ്പോഴല്ലേ അവരത് പ്രാപിച്ചത്? അന്നേരം അത് ആത്മസ്നാനം ആകേണ്ടതല്ലേ? പാസ്റ്റർ പറഞ്ഞല്ലോ, ആത്മസ്നാനം ആദ്യം ഒരിക്കലായി എന്നേക്കുമായി ഉണ്ടാകുന്ന ഒരനുഭവമാണെന്ന്. പിന്നെ ശിഷ്യന്മാരെന്താ ആത്മസ്നാനത്തിൽ വരാതെ ആത്മനിറവിൽ വന്നേ? നിങ്ങൾ ഓർക്കുക, സെഹിയോൻ മാളികയിൽ അപ്പോസ്തലന്മാർ ഒന്നിച്ച് കൂടിയിരിക്കുമ്പോൾ അവർക്ക് ആത്മനിറവുണ്ടായി. പക്ഷേ അവരന്ന് ആദ്യമായിട്ടല്ല പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത്. അവർക്കൊരാത്മസ്നാനം ഉണ്ടായിരുന്നു. യേശു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോ തന്നെ ആദ്യത്തെ അനുഭവം അതെപ്പോഴാണെന്നറിയാമോ? ഞാൻ പോകുകയാണ്. നിങ്ങൾക്ക് ഇപ്പം പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ലെന്ന് എനിക്കറിയാം. പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞ് അവൻ അവരുടെ മേൽ ഊതി. അന്നാണ് ആദ്യമായിട്ട് പരിശുദ്ധാത്മാവിന്റെ അനുഭവം ശിഷ്യന്മാർക്കുണ്ടായത്. അന്ന് അവിടെ ഒരു ആത്മസ്നാനം നടന്നു. അതുകൊണ്ടാണ് അവർ പിടിച്ചു നിന്നത്. അതുകൊണ്ടാണ് അവർ ബലാത്കാരികളായത്. പേടിത്തൊണ്ടന്മാരായിരുന്ന ശിഷ്യന്മാർ ജീവനെ കൊടുക്കാൻ പുറത്തു വരാൻ തയ്യാറായതിന്റെ കാരണം ആത്മസ്നാനം വെളിപ്പെട്ടപ്പോഴാണ്. ഇനി ഒരു കാര്യം ഓർത്തോ, ആത്മസ്നാനം പ്രാപിച്ച ശിഷ്യന്മാരുടെ ലക്ഷ്യം ഇനി ആത്മനിറവിലേക്ക് വരിക എന്നുള്ളതാണ്. കാരണം ഒരുത്തന്റെ മേൽ പരിശുദ്ധാത്മാവെന്ന് സ്പർശിച്ചാൽ പിന്നെ അവന്റെ ലക്ഷ്യം ഇതുകൊണ്ട് തീരാനല്ല, അടുത്ത ഒരു തലത്തിലേക്ക്. ഞാൻ ചോദിക്കട്ടെ, ജീവിതത്തിൽ ആദ്യമായി പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങൾ അനുഭവിച്ചപ്പം, ആത്മസ്നാനം നിങ്ങൾക്ക് ആദ്യമായി ഉണ്ടായപ്പം എന്തുവായിരുന്നു നിങ്ങളുടെ ആഗ്രഹം? നിങ്ങൾ പറഞ്ഞു, ഇത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു, ഇനി അടുത്ത ദിവസം ഇതിലും വലുതെനിക്ക് പ്രാപിക്കണം. അപ്പൊ ആത്മസ്നാനം പ്രാപിച്ച, ആത്മാവിന്റെ സ്പർശനം ഉണ്ടായ ഒരു വ്യക്തിക്ക് മാത്രമേ ഇതിന്റെ ടേസ്റ്റ് പിടികിട്ടത്തുള്ളൂ. അവൻ മാത്രമേ അടുത്ത ലെവലിലേക്ക് വരത്തുള്ളൂ. അല്ലാത്തവൻ വിമർശിക്കും, അല്ലാത്തവൻ കളിയാക്കും, ഇതെന്തോ മണ്ടത്തരവാ കാണിക്കുന്നതെന്ന് പറയും. എന്നാൽ ഓർക്കുക, ആത്മസ്നാനമുണ്ടായവർ, ദൈവത്തിന്റെ ആത്മാവിന്റെ സ്പർശനം ഒരിക്കലെങ്കിലും അനുഭവിച്ച എത്ര പേർ പറയും, ലോർഡ് വൺസ് അഗൈൻ? ഞാൻ പറഞ്ഞ ശരിയാന്നോ മോനെ? ആദ്യമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ ഒരു ദിവസം തൊട്ടു. ഒരാത്മസ്നാനം ഒരു ദിവസം നമുക്കുണ്ടായി. അത് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ ചിന്ത എന്താ? ഇറ്റ് ഈസ് അമേസിംഗ്. ഇത് ഞാൻ കളിയാക്കിയതുപോലല്ല, ഇത് നാട്ടുകാര് പറഞ്ഞ പോലെ അല്ലല്ലോ. പിന്നെ എന്റെ ലക്ഷ്യം അവിടെ തന്നെ നിൽക്കാനല്ല, ആത്മസ്നാനത്തിലേക്ക് വന്നവന്റെ ലക്ഷ്യം ഇനി ആത്മനിറവിലേക്ക് കയറാനാ. ആ അനുഭവം ഉണ്ടായിട്ടുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആത്മസ്നാനം പ്രാപിച്ചവൻ തിരിച്ചറിഞ്ഞു പരിശുദ്ധാത്മാവ് എന്തുവാന്ന്. ഇന്ന് പകൽ ഇവിടെ ചിലരിൽ ഇന്ന് ആദ്യമായിട്ട് അത് സംഭവിക്കും. കാഴ്ചക്കാരെ പോലെ ഇരിക്കാതെ ഒന്ന് പ്രാപിക്കാൻ, ചോദിക്കാൻ തയ്യാറാണെങ്കിൽ, ഇതുവരെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അനുഭവിച്ചിട്ടില്ലാത്തവരും സാന്നിധ്യം അനുഭവിച്ചിട്ടില്ലാത്തവരും ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് ഒരുപാട് പേര് ആത്മസ്നാനത്തിൽ ഇറങ്ങും. എന്നാൽ ആത്മസ്നാനം കഴിഞ്ഞ ചിലർ ഇതിനകത്തുണ്ട്. ഇന്നവർ ആത്മനിറവിലേക്ക് കയറും. ആത്മനിറവ് പ്രാപിച്ച ചിലർ ഇതിനകത്തുണ്ട്. ഇന്നവർ ആത്മശക്തിയിലേക്ക് കയറും. ആത്മസ്നാനം നടന്നു കഴിഞ്ഞപ്പോ ആദ്യത്തെ അനുഭവം. ഇനി എന്റെ ചോദ്യം, ജീവിതത്തെ ആദ്യമായിട്ട് ഈ ചർച്ചയിൽ വന്നോ എവിടോ? ഈ ചർച്ചയിൽ വന്നാണോ എവിടോ? ജീവിതത്തിൽ ആദ്യമായി പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊട്ടത് തിരിച്ചറിഞ്ഞ എത്ര പേരുണ്ട്? കൈ ഒന്ന് കാണിച്ചേ.
അന്ന് നിങ്ങൾക്ക് ദുഃഖമായിരുന്നോ സന്തോഷമായിരുന്നോ? അതിനുശേഷം കീഴോട്ട് പോകണമെന്നാണോ തോന്നിയേ, പൊങ്ങി വരണമെന്നാണോ തോന്നിയേ? അങ്ങനെങ്കിൽ ആത്മസ്നാനം അനുഭവിച്ചവർക്ക് അടുത്ത സ്റ്റെപ്പ് അവർ കയറുന്നത് ആത്മനിറവിലേക്കാണ്. ഇനി അതെന്തുവാന്ന് ഞാൻ പറയാൻ വരുക. ആത്മനിറവ് വെളിപ്പെട്ടപ്പോഴാണ് ആത്മനടത്തിപ്പുണ്ടായത്. അപ്പോഴാണ് മനസ്സിലായത് നിൽക്കുന്നിടം തെറ്റാണ്, ഇതൊക്കെ പാരമ്പര്യമാണ്, ഇതൊക്കെ വെറുതെയാണ്, സത്യം ഇതൊന്നും അല്ല, ഇതിനപ്പുറത്ത് വേറെ എന്തൊക്കെയുണ്ട്. ആത്മസ്നാനത്തിൽ നിന്ന് ആത്മനിറവിലേക്ക് വന്നവൻ ഇതാ ആത്മാവ് അവനെ സത്യത്തിലേക്ക് നടത്തുന്നു. അനുഭവിച്ചവർ മാത്രം ഇന്ന് പകൽ ചേർന്ന് അതാ യേശു പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും അവൻ നിങ്ങളെ വഴി നടത്തും. കരമടിച്ച് ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എനിക്കിന്നും അറിയാൻ വയ്യാത്തൊരു കാര്യമുണ്ട്. ഈ ആത്മസ്നാനം പ്രാപിച്ചവർ, ആത്മനിറവിലേക്ക് വന്നവർ, എന്തുകൊണ്ട് അവർക്ക് ആത്മ നടത്തിപ്പുണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അവർ ട്രൂത്തിലേക്ക് നടക്കുന്നില്ല? അവരെന്തുകൊണ്ട് പഴയതിൽ തന്നെ തുടരുന്നു? ഓർക്കുക, യേശു പറഞ്ഞ വാക്ക് നമുക്ക് ഒന്നും കൂടെ ഓർത്ത് ധ്യാനിക്കാം. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അങ്ങനെ നിങ്ങൾ ആ സത്യം അറിഞ്ഞാൽ ആ സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഇന്ന് പാരമ്പര്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചത്? എന്തുകൊണ്ടാണ് ഈ വചന സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്? ഒരിക്കൽ എനിക്കൊരു ആത്മസ്നാനം ഉണ്ടായി. അവിടുന്ന് ദൈവം എന്നെ ആത്മനിറവിലേക്ക് കൊണ്ടുവന്നു. അപ്പോഴാണ് എനിക്ക് സത്യം വെളിപ്പെട്ടത്. അവിടെ നിന്ന് ഞാൻ ആത്മ നടത്തിപ്പിലേക്ക് വന്നു. ഏറ്റെടുക്കുന്ന എത്ര പേർ ഇതിനകത്തുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. സത്യത്തിന്റെ ആത്മാവ് ശരീരത്തിൽ വന്നെങ്കിൽ പഴയ പാരമ്പര്യത്തിൽ നിൽക്കുകയല്ല. സത്യത്തിന്റെ ആത്മാവിനെ നീ സ്വീകരിച്ചെങ്കിൽ പഴയ പരിപാടിക്ക് നീ പോകത്തില്ല. സത്യത്തിന്റെ ആത്മാവിനെ നീ സ്വീകരിച്ചെങ്കിൽ നിന്റെ മേൽ വ്യാപരിക്കും ദൈവാത്മാ ഒറിജിനൽ ആണെങ്കിൽ. യേശു ആത്മസ്നാനം സ്വീകരിച്ചു, ജലസ്നാനം സ്വീകരിച്ചു. പിന്നെ അവനുണ്ടായത് ആത്മസ്നാനമാണ്. അവൻ വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പരിശുദ്ധാത്മാവ് 30-ാമത്തെ വയസ്സിൽ ഇതുവരെ വരാത്തത് അന്ന് വന്നു. പിന്നെ ഒന്നുകൂടെ വന്നില്ല. ആത്മസ്നാനം ഒന്നേ ഉള്ളൂ. അതാദ്യം വെളിപ്പെടുന്ന സമയം. പിന്നെ യേശു ആത്മാവ് നിറഞ്ഞവനായി. ഓ കം ഓൺ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം ഓർക്കുക, ആത്മസ്നാനം ദൈവാത്മാവ് നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്നത് ആത്മ നിറവാണ്. ആത്മനിറവിനെ നിലനിർത്തുന്നവർക്കാണ് ആത്മ നടത്തിപ്പ്. ആ ആത്മ നടത്തിപ്പിൽ ആത്മാവ് പറയുന്നത് ചെയ്യുന്നവർക്കാണ് ആത്മശക്തി. ആത്മസ്നാനത്തിൽ യേശു വന്നു, ആത്മനിറവിലേക്ക് അവൻ ഉണ്ടായി. ആ ആത്മനിറവ് അവൻ നിലനിർത്തി, ആത്മ നടത്തിപ്പ് അവനുണ്ടായി. ആ ആത്മ നടത്തിപ്പിൽ അവൻ പ്രലോഭനങ്ങളിൽ വിധേയപ്പെട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ അവന് കിട്ടിയത് ആത്മശക്തിയാണ്. എന്തിനാ ആത്മനിറവ്? എടാ പിശാചേ, നിന്റെ പരിപാടികളെ പൊളിക്കാൻ ആത്മനിറവിൽ ജയിച്ചാൽ നീ ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ആത്മശക്തിയുടെ ഉടമസ്ഥനായി. ആത്മസ്നാനത്തിൽ നിന്ന് ആത്മനിറവിലേക്ക്. ആത്മനിറവ് ഉള്ള വ്യക്തിക്ക് ആത്മനടത്തിപ്പ്. ഈ ആത്മാവിന്റെ നടത്തിപ്പിലാണ് കാര്യം. ആത്മാവിനെ അനുസരിച്ചും നടക്കുവീൻ, എന്നാൽ ജഡത്തിന്റെ പ്രവൃത്തി വെളിപ്പെടില്ല. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ പിശാച് നിന്നെ തൊടില്ല. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ ഒരു ശത്രുവും ഒരു ആഭിചാരവും നിന്നെ തകർക്കില്ല. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, നടപ്പീൻ, നടപ്പീൻ. അതൊരു അനുഗ്രഹത്തിലേക്കുള്ള യാത്ര. ഒരിക്കൽ ആയി എന്നേക്കുമായി ആദ്യമായി ഉണ്ടാകുന്ന
പരിശുദ്ധാത്മാവിന്റെ അനുഭവത്തെയാണ് ആത്മസ്നാനം. ആ ആത്മസ്നാനത്തിൽ നിൽക്കുന്നവൻ, ഇനി കേട്ടോണം, യോർദാൻ വിട്ട് മടങ്ങുമ്പോൾ ആത്മസ്നാനം പ്രാപിച്ചവനോട്, അല്ലെങ്കിൽ ആത്മസ്നാനത്തിൽ നിൽക്കുന്നവനോട് ദൈവം തമ്പുരാൻ എപ്പോഴും പറയും, നീ അടുത്ത ചുവടിലേക്ക് കയറാൻ. ആത്മസ്നാനം പ്രാപിച്ചവന്റെ ലക്ഷ്യം അവൻ അടുത്ത തലത്തിലേക്ക് കയറാനുള്ള ആഗ്രഹം ഉണ്ടാവും. ആത്മാവിനെ സ്വീകരിച്ച് ആത്മാവിനെ നിലനിർത്തിയ ഒരു വൃദ്ധൻ ബൈബിളിലുണ്ട്. ഒരു വൃദ്ധൻ, ആ വ്യക്തിക്ക് ഒരു ആത്മ നടത്തിപ്പുണ്ടായി. ആ വൃദ്ധന്റെ പേരാണ് ശിമയോൻ. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 25 മുതൽ. ലൂക്കോസ് 2:25 മുതൽ. യെരൂശലേമിൽ ശിമയോൻ എന്നു പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനും ആയിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേൽ ഉണ്ടായിരുന്നു. ഉണ്ടോ 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 അവന്റെ മേൽ ഉണ്ടായിരുന്നോ? ആത്മാവിന്റെ മേൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. ബൈബിളിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സംശയിക്കേണ്ട, ഉണ്ടായിരുന്നു. അടുത്തത്, കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുൻപേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. അപ്പൊ ആത്മസ്നാനം പ്രാപിച്ചവനോടാണ് ആത്മാവിടപെടുന്നത്. ആത്മാവിന് സംസാരിക്കാൻ ആത്മാവിനോടെ കഴിയൂ. ആത്മാവിന്റെ ഭാഷ ആത്മാവിനെ മനസ്സിലാകൂ. ആത്മാവിന്റെ നിയോഗം, പരിശുദ്ധാത്മാവിന്റെ നിയോഗം, യേശുവിന്റെ നിയോഗം എനിക്കുണ്ടാകണമെങ്കിൽ, യേശു ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് ഞാൻ നടക്കണമെങ്കിൽ, യേശു ആഗ്രഹിക്കുന്ന മേഖലയിലേക്ക് ഞാൻ ഉയരണമെങ്കിൽ, യേശുവിൽ വ്യാപരിച്ചവൻ എന്നിൽ വ്യാപരിക്കണം. ശിമയോന്റെ മേൽ പടുവൃദ്ധനായ ചുക്കിച്ചുളിഞ്ഞ മുഖമുള്ള, കവിളൊട്ടിയ, കണ്ണിന്റെ കാഴ്ച കുറഞ്ഞ, വേച്ചും വിറച്ചും നടക്കുന്ന ശിമയോൻ ആലയത്തിൽ കാത്തിരിക്കുന്നു. എന്തുകൊണ്ട്? പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഉണ്ടായിരുന്നു. 2, പരിശുദ്ധാത്മാവുള്ള ശിമയോൻ കർത്താവിന്റെ ക്രിസ്തുവിനെ കാണുന്നതിന് മുൻപ് മരണം കാണത്തില്ലെന്ന ശബ്ദം കേട്ടു. അപ്പോൾ പരിശുദ്ധാത്മാവുള്ളവനെ കാത്തിരിക്കാൻ പറ്റൂ. കാത്തിരിക്കുന്നവനെ വാഗ്ദത്തം കേൾക്കൂ. വാഗ്ദത്തം കേൾക്കുന്നവനെ അത് കാണും. ദൈവം തന്ന ഇത്ര വലിയ ദാനമായ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കാതിരുന്നാൽ ഇതിൽ പരമൊരു നഷ്ടമുണ്ടോ? ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വെളിപ്പെടുമ്പോ അതിന്റെ മുമ്പിൽ പ്രതികരിക്കാതിരുന്നാൽ ഇതിൽ വലിയൊരു ശാപമുണ്ടോ? ശപിക്കപ്പെടാനല്ല നിന്നെ വിളിച്ച്, അനുഗ്രഹിക്കപ്പെടാനാ. ശിമയോന്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവുള്ളവൻ പരിശുദ്ധാത്മാവ് പറയുന്നത് കേട്ടു. കേട്ടവൻ കേട്ടതിനായി കാത്തിരുന്നവൻ കേട്ടത് കണ്ടു. പടുവൃദ്ധൻ, കണ്ണിന്റെ കാഴ്ച കുറഞ്ഞവൻ, മുഖം ചുക്കിച്ചുളിഞ്ഞവൻ, പ്രായം ചെന്നവൻ, വേച്ചും വിറച്ചും നടക്കുന്നവൻ. പക്ഷെ പുള്ളിയുടെ മേൽ പരിശുദ്ധാത്മ ഉണ്ടായിരുന്നു. ഏതു ചെറുപ്പക്കാരനെയും ബലഹീനനാക്കുന്നത് ആത്മാവിന്റെ നിറവില്ലാഞ്ഞാണ്. ഏത് ചെറുപ്പക്കാരനെയും തെമ്മാടിയാക്കുന്നത്, തിന്മയിലേക്ക് നടത്തുന്നത് ആത്മാവ് അവനിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ഏത് പടുവൃദ്ധനെയും ശക്തനാക്കുന്നത് ആത്മാവിന്റെ ശക്തിയാണ്. പ്രായം എത്ര ആവട്ടെ, 60 ആവട്ടെ, 45 ആകട്ടെ, 75 ആകട്ടെ, 80 ആകട്ടെ, ആത്മാവ് നിന്റെ മേലുണ്ടോ?
ചെറുപ്പക്കാര് ചെയ്യാത്തത് നിന്നെ കൊണ്ട് ചെയ്യിക്കും. ഈ വയസ്സാങ്കാലത്തും പരിശുദ്ധാത്മാവിന്റെ മേലുണ്ടായിരുന്നു. ഇസ്രായേലിന്റെ രക്ഷകനെ കാണുന്നവന് മുമ്പേ നീ മരിക്കത്തില്ല ശീമോനെ എന്നൊരു ആലോചന ആത്മാവ് അവനോട് പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് നിന്ന് എന്തുവാ ദൂത്? എടാ, വാഗ്ദത്തം ഉള്ളവനെ വെടിവെച്ചാലും ചാകുകയില്ല. നീ വാഗ്ദത്തം കണ്ടേ? നിന്നോട് എന്റെ ദൈവം പറഞ്ഞത് ഈ ആയുസ്സിൽ നീ കാണും, ഈ ആയുസ്സിൽ നീ അത് കാണും. ശിമയോൻ പരിശുദ്ധാത്മാവുള്ളവൻ, വയസ്സന, കാഴ്ചയൊക്കെ ഇച്ചിരി കുറവാ, മുഖമൊക്കെ ഇച്ചിരി ഒട്ടിയതാ. പക്ഷേ പ്രായം ഇത്രയായിട്ട് പുള്ളി ചർച്ചിലുണ്ട്. എടാ, ഇതിനകത്താ ചിലത് വെളിപ്പെടാൻ പോന്നേ. ഈ വെളിപ്പാട് തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അന്നേരം listen to me. ഇനി ഒരു കാര്യം പറയട്ടെ. ഈ സന്ദേശം എന്റെ പ്രാർത്ഥനാ മുറിക്കകത്തിരുന്നുകൊണ്ട് ഞാൻ കേൾക്കുമ്പോൾ 5-6 പ്രാവശ്യം തന്നെ സ്ലൈനായി താഴെ പോയി. വരുന്നേ ഉള്ളൂ. Listen to me. ആത്മ ശക്തി, നിറവ്, സ്നാനം, ഈ വിഷയം കേട്ടോണ്ടിരിക്കുന്നത് ആത്മ നടത്തിപ്പ്. ഈ ആത്മാവിന്റെ സ്നാനമേറ്റ, ആത്മാവ് തൊട്ട, ആത്മാവിരിക്കുന്ന, പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്ന, പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. ഇത് മതി. 10 ഏക്കർ വസ്തു എനിക്കുണ്ട്, ഡെയിലി 150 റബ്ബർ ഷീറ്റ് വെട്ടാനുണ്ട് എന്ന് പറയുന്നതാണോ വലുത്? പരിശുദ്ധാത്മാവ് എന്റെ മേലുണ്ട്. എന്താ അത്? നിങ്ങളതൊന്ന് ചിന്തിക്ക, ചുമ്മാ ഒന്ന് ചിന്തിക്ക. അഖിലാണ്ടത്തെ മുഴുവൻ ചമച്ചവൻ, മനുഷ്യനെ സൃഷ്ടിച്ചവൻ എന്റെ അകത്തുണ്ടെന്ന് പറഞ്ഞാൽ കണ്ണു തുറക്കട്ടെ. ഇനി കേട്ടോ, പരിശുദ്ധാത്മാവിന്റെ മേലുണ്ടായിരുന്നു. പരിശുദ്ധാത്മ ഉള്ളതിനാൽ പരിശുദ്ധാത്മാവിന്റെ, ഇനി ഇത് കേൾക്കണേ, പരിശുദ്ധാത്മാവിന്റെ സ്നാനമേറ്റ, പരിശുദ്ധാത്മാവിന്റെ സ്പർശനം അനുഭവിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ പരിശുദ്ധാത്മാവാണ് ഇത് സംസാരിക്കുന്നത് എന്ന് തിരിച്ചറിയാനൊക്കൂ. യേശു പറഞ്ഞു, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും, അവ എന്നെ അറിയും, ഞാൻ അവയെ അറിയും. എന്റെ അമ്മയ്ക്ക് നർവ് സംബന്ധമായ, ഞരമ്പ് സംബന്ധമായ രോഗം വന്നു. കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുത്തു. പക്ഷെ രോഗം വന്ന സമയത്ത് മമ്മിയുടെ പ്രശ്നം എന്ന് പറയുന്നത് തൊട്ടാൽ അറിയത്തില്ല, നുള്ളിയാൽ അറിയത്തില്ല, അടിച്ചാൽ അറിയത്തില്ല, ചൂടുവെള്ളം വീണാൽ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അപ്പോ സ്പർശന ശക്തി തിരിച്ചറിയുന്ന ചില ഗ്രന്ഥികൾ ശരീരത്തിലുണ്ട്. ഇവൻ വർക്കിംഗ് ആണെങ്കിൽ മാത്രമേ ഇത് ചൂടാന്നോ തണുപ്പാന്ന് അറിയത്തുള്ളൂ എന്ന് പറയുന്ന പോലെ ആത്മാവിരിക്കുന്നവന് മാത്രമേ ആത്മാവിന്റെ ചലനം. റേഞ്ച് ഉള്ള മൊബൈലിലെ SMS വരൂ, റേഞ്ച് ഉള്ള മൊബൈലിലെ ഇൻകമിംഗ് വരൂ, റേഞ്ച് ഉള്ള മൊബൈലിലെ ഔട്ട് ഗോയിങ് ഉള്ളൂ. ഇന്ന് പകല റേഞ്ച് പിടിക്കാൻ
ആത്മശക്തിയാൽ ശിമയോൻ നിറഞ്ഞു. അവൻ ആത്മനിയോഗത്താൽ. കണ്ടോ 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 കണ്ടോ? ഇന്നത്തെ മെസ്സേജ് എന്താ? ആത്മാവിന്റെ നടത്തിപ്പ് അല്ലേ? അല്ലേ? അവൻ ആത്മാവിന്റെ നടത്തിപ്പുണ്ടായതിനാൽ ദേവാലയത്തിൽ ചെന്നു. ആര്? ശിമയോൻ. വൃദ്ധൻ, കണ്ണിന്റെ കാഴ്ച പറഞ്ഞവൻ, ഒത്തിരി പ്രായം ചെന്നവൻ. പക്ഷെ പുള്ളി ചർച്ചിലുണ്ട്. 2, ആത്മാവുള്ളവനോട്, ആത്മസ്നാനം പ്രാപിച്ചവനോട് ആത്മാവ് സംസാരിക്കും. ആത്മാവ് സംസാരിക്കുന്നത് ആത്മാവുള്ളവൻ തിരിച്ചറിയും. അവൻ കാത്തിരിക്കും. അങ്ങനെ കാത്തിരുന്നവൻ, നോക്കിയേ, അങ്ങനെ കാത്തിരുന്നവൻ ഇനി അടുത്ത ലെവലിലോട്ട് പോവാ. അന്നത്തെ ദിവസം അവനൊരു നിയോഗം. യെരുശലേം ദേവാലയത്തിന്റെ പടികൾ കുഞ്ഞിനെ എടുത്തോണ്ട് മറിയ വരുന്നു. കുഞ്ഞിനു വേണ്ടി യാഗമർപ്പിക്കാൻ ഇണപ്രാവിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ചോണ്ട് ജോസഫ് പുറകെ വരുന്നു. ഈ കയ്യിലിരിക്കുന്ന ആരാ? മറിയയുടെ കയ്യിലിരിക്കുന്ന ആരാ? ഈ കൊച്ചു കുഞ്ഞാരാ? ഇവന്റെ കുഞ്ഞിനാവ് നനയ്ക്കാലുണ്ടല്ലോ. ആത്മസ്നാനം തരുന്നവനെ, അഗ്നിസ്നാനം തരുന്നവനെ, ആത്മസ്നാനം തരുന്നവനെ, അഗ്നിസ്നാനം തരുന്നവനെ കയ്യിലെടുത്തുകൊണ്ട് യെരുശലേം ദേവാലയത്തിന്റെ സ്റ്റെപ്പിലേക്ക് മറിയ കാല് വെച്ചതും അകത്ത് ആത്മാവുള്ളവനത് സെൻസ് ചെയ്തു. ശിമയോൻ സെൻസ് ചെയ്തു. ആത്മസ്നാനം തരുന്നവനെ, അഗ്നിസ്നാനം തരുന്നവനെ, ആത്മശക്തി തരുന്നവനെ യെരുശലേം ദേവാലയത്തിന് പടി കയറിയപ്പോ ശിമയോൻ സെൻസ് ചെയ്തു. ലിസൺ ടു മീ. ഒരു വഴിയാ യേശുവുമായിട്ട് അവർ വരുമ്പം ശിമയോൻ കണ്ണിന് കാഴ്ച കുറവാ. ശിമോൻ ഇങ്ങനെ ഇരിക്കുക. വാഗ്ദത്തം നടത്തണേ, നീ എന്നോട് പറഞ്ഞ മഷികായെ കാണിക്കണേ, മഷിയായെ കാണിക്കണേ, നീ എന്നോട് പറഞ്ഞ വാഗ്ദത്തം നിറവേറ്റണേ. പരിശുദ്ധാത്മാവേ നന്ദി, നന്ദി. ആ സമയത്ത് മറിയയും ജോസഫും യേശുവുമായിട്ട് യെരുശലേം ദേവാലയത്തിന്റെ സ്റ്റെപ്പിലോട്ട് കയറി. ശിമോൻ ആത്മാവുമായി കണക്റ്റഡ് ആവുക. പുള്ളി ചാടി എഴുന്നേറ്റു. എഴുന്നേറ്റപ്പോൾ പരിശുദ്ധാത്മാവ് വീണ്ടും പറഞ്ഞു, മറുപടി വന്നിട്ടുണ്ട്. ഇന്ന് പകൽ ഏതൊക്കെയോ കുടുംബങ്ങളോട് പറയുന്നു, മറുപടി വന്നിട്ടുണ്ട്. യെസ്, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ഇന്ന് പകൽ, നിന്റെ കാത്തിരിപ്പിന്റെ മറുപടി ഇന്ന് പകൽ, നിന്റെ ചോദ്യങ്ങളുടെ മറുപടി ഇന്ന് പകൽ വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ആത്മാവിനെ കണക്ട് ചെയ്തു. Listen to me. It is very, very important message. ഇതേ പള്ളിക്കകത്ത് എല്ലാ ദിവസവും ജീസസ് യെരുശലേം ദേവാലയത്തിനകത്ത് എല്ലാ ദിവസവും പ്രതിഷ്ഠയുണ്ട്. 100 കണക്കിന് കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിക്കും. എന്നെ കേട്ടെ, 1 വയസ്സിന് താഴെ പ്രായമുള്ള ആ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടാൽ എല്ലാം ഏകദേശമൊക്കെ ഒരുപോലെ ഇരിക്കും. പൊടിക്കുഞ്ഞുങ്ങളെ, കൈക്കുഞ്ഞുങ്ങളെ, ന്യൂ ബോൺ ബേബിയെ കണ്ടാൽ ഏകദേശമൊക്കെ നിരത്തി കിടത്തി അമ്മ കൂടെ എന്നില്ല തിരിച്ചറിയുന്ന പോലുമില്ല. ഇത്രേ
കുഞ്ഞുങ്ങളെ ആ ആലയത്തിൽ പ്രതിഷ്ഠിക്കാൻ കൊണ്ടുവന്ന കൂട്ടത്തിലാണ് യേശുവിനെ കൊണ്ടുവന്നേ. ഇങ്ങേറെ പുറത്തെ കണ്ണിന് കാഴ്ച കുറവ്, വൃദ്ധനാ. പക്ഷേ ആത്മാവുള്ളവന്റെ പ്രത്യേകത, അവന്റെ അകത്തെ കണ്ണ് തുറന്നിരിക്കും. അതിനകത്ത് അവൻ പിടിക്കുന്നേ. നോക്കുക, ശിമയോൻ, ഒത്തിരി കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്. ആത്മ നടത്തിപ്പിന്റെ പ്രത്യേകത, റോങ് വേയിലോട്ട് പോകത്തില്ല. ഇതാന്നൊന്നും ചോദിക്കത്തില്ല. എത്തേണ്ടടുത്ത് കൃത്യമായിട്ടെത്തും. നിന്നെ എത്തിക്കേണ്ടടുത്ത് കൃത്യമായി എത്തിക്കും. നിന്നെ എത്തിക്കേണ്ടടുത്ത് കൃത്യമായി അവൻ എത്തിക്കും. വഴി തെറ്റിയെന്ന് തോന്നിയാലും തെറ്റില്ല. തെറ്റായ വഴി കയറിയെന്ന് തോന്നിയാലും തെറ്റില്ല. ആത്മാവ് നടത്തുന്നവന്റെ റൂട്ട് ദൈവമാണ് വരച്ചേക്കുന്നേ. ആത്മാവ് നടത്തുന്നവന്റെ റൂട്ട് കുടുംബക്കാരല്ല, അപ്പനല്ല, സഹോദരങ്ങളല്ല. ഈ റൂട്ട് വരച്ചത് ദൈവമാ. ഈ റൂട്ട് വരച്ചത് ദൈവമാ. ശിമയോൻ വേച്ചും വിറച്ചും അടുത്ത് ചെന്നു. മറിയയും ജോസഫും വന്നപ്പോൾ ഇത്രയും കുഞ്ഞുങ്ങളൊക്കെ അവിടെ പ്രതീക്ഷിക്കാൻ നിപ്പുണ്ട്. ആ കുഞ്ഞിന്റെ അടുക്കൽ ചെന്നിട്ട് ശിമയോൻ നിൽക്കുമ്പം ആത്മാവിടെ കണക്റ്റഡ് ആയി. ഇപ്പോൾ നാദാ, കൊച്ചിനെ കയ്യിൽ മേടിച്ചു. പടുവൃത്തം പറയുക, ഇപ്പോൾ നാദ അഡോണായി, യജമാനനെ. കൊച്ചിനെ എടുത്തേച്ച് പറ, യജമാനനെ. ഇവൻ ആരാന്ന് തിരിച്ചറിയ. യേശു ആരാന്ന് തിരിച്ചറിയ. യജമാനനെ, നീ തിരുവചനം പോലെ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കണമേ. എന്ത്? തിരുവചനം പോലെ എന്നെ സമാധാനത്തിലേക്ക് വിട്ടയക്കണേന്നോ? റെസ്റ്റ് ഇൻ പീസ് എന്ന് വെച്ചാ, മോനെ നാഥ അഡോണായി, യജമാനെ, നീ ഒരുത്തൻ ഇവിടെ വരാനും നിന്നെ കാണാനും നിന്നെ ഒന്ന് അനുഭവിക്കാനും മാത്രം ഇതുവരെ എന്നെ നിർത്തിയേ. എനിക്ക് മറ്റൊന്നും വേണ്ട. I need only Jesus. ശിമോൻ പറഞ്ഞു കേട്ടോ, ജാതികൾക്ക് വെളിപ്പെടാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ രക്ഷയും എന്റെ കണ്ണ് കണ്ടല്ലോ. ഏലിയാവിനെ കാണാൻ പറ്റാഞ്ഞതിനെ, എന്റെ തലമുറയിലെ പ്രവാചകന്മാർക്ക് കാണാൻ പറ്റാഞ്ഞതിനെ, മോശയ്ക്ക് കാണാൻ പറ്റാഞ്ഞതിനെ, ദാവീദ് കാണാൻ ആഗ്രഹിച്ചിട്ടും കാണാൻ പറ്റാത്തതിനെ, ഈ ഒന്നുമില്ലാത്ത എന്റെ കണ്ണ് കണ്ടല്ലോ. ഇതിനാ നന്ദി പറയേണ്ടത്. ഇതാ ജലസ്നാനത്തിൽ നിന്നും ആത്മസ്നാനത്തിലേക്ക്, ആത്മസ്നാനത്തിൽ നിന്നും ആത്മനിറവിലേക്ക് വരുന്നു. എന്താണ് ആത്മനിറവ്? ബൈബിളിൽ ആർക്കൊക്കെ ആത്മനിറവ് ഉണ്ടായിട്ടുണ്ട്? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ 5 വ്യക്തികൾക്ക് ആത്മനിറവ് ഉണ്ടായിട്ടുണ്ട്. നമ്മളിത് വായിച്ചത് ലൂക്കോസ് സുവിശേഷം അല്ലേ? ആ സുവിശേഷത്തിൽ തന്നെ 5 പേർക്ക് ആത്മനിറവ് ഉണ്ടായിട്ടുണ്ട്. 1 യോഹന്നാൻ സ്നാപകൻ. വാക്യം ലൂക്കോസ് 1:15 മുതൽ 17 വരെ. രണ്ടാമതായി ആത്മനിറവുണ്ടായ വ്യക്തികളിൽ ഒരു സ്ത്രീയുണ്ട്. അവളുടെ പേരാണ് മറിയ. ലൂക്കോസ് സുവിശേഷം 1:35 വാക്യം. മൂന്നാമത് മറ്റൊരു സ്ത്രീയെ കുറിച്ച് പറയുന്നു. അവളുടെ പേരാണ് എലിസബത്ത്. ലൂക്കോസ് സുവിശേഷം 1 അധ്യായം, അത് മാത്രം ഒന്ന് വായിക്കാം. ലൂക്കോസ് സുവിശേഷം 1 അധ്യായം
41 മുതൽ 45 വരെ ആത്മനിറവുണ്ടായ മറ്റൊരു സ്ത്രീ എലിസബത്ത്. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. എപ്പോൾ? മറിയ അവളുടെ അടുത്ത് വന്ന് വിഷ് ചെയ്തപ്പോൾ. വന്ദനം ചെയ്യാന്ന് പറഞ്ഞ എന്നാ? വിഷ് ചെയ്തപ്പോൾ, മറിയയുടെ സ്പർശനമേറ്റപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞോ? എന്തുകൊണ്ടാ? പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുന്നവൻ ഇപ്പൊ മറിയുടെ അകത്ത് കിടക്കുക. ഫ്ലഗിനകത്ത് വിരലിട്ട കറണ്ട് അടിക്കും, സപ്ലൈ ഉള്ള കമ്പി പിടിച്ച കറണ്ട് അടിക്കും. സപ്ലൈ അകത്ത് കിടക്കുക. മറിയ വിഷ് ചെയ്തപ്പോ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. പിള്ള വയറ്റിൽ എന്ത് ചെയ്തു? തുള്ളി. പറഞ്ഞു തുള്ളി. ആത്മനിറവിനെ നിലനിർത്തുന്നവർക്കാണ് ആത്മനിയോഗം. കൊണ്ട് കളയുന്നവർക്കല്ല. ലിസണുമേ. പിള്ള ഉള്ളത്തിൽ എന്ത് ചെയ്തു? അപ്പൊ പരിശുദ്ധാത്മ നിറഞ്ഞാൽ പിന്നെ അടുത്ത വാക്യം എലിസബത്ത് പിന്നെ എന്താ ചെയ്തേ? ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്. എങ്ങനെ പറഞ്ഞ? ഉച്ചത്തിൽ. എന്തിനാ എലിസബത്തെ ഒച്ച ഉണ്ടാക്കുന്നേ? എലിസബത്ത് ഒച്ച ഉണ്ടാക്കിയെന്ന് അവൾ ഒച്ചത്തിൽ വിളിച്ചു. പെയ്യ പറ ഒക്കത്തിൽ ആത്മനിറവി നിൽക്കുക. ആത്മാവ് യേശുവിനെ നടത്തിയപ്പം യേശു ചോദിച്ചില്ല എവിടോട്ടായി പോകുന്ന, പക്ഷെ മരുഭൂമിയിലോട്ടാണ് നടത്തി. വെളിപ്പാട്. ആത്മാവ് നമ്മളെ എങ്ങോട്ട് നടത്തുന്നോ, എവിടെ ആക്കി വെക്കുന്നോ, അവിടെ നിന്നാൽ പരീക്ഷകൾ ചിലപ്പോൾ ഉണ്ടാകാം, പക്ഷെ അതിനുശേഷം ഒരു പ്രൊമോഷൻ ഉണ്ട്. ആരും പോകാൻ ഇഷ്ടപ്പെടാത്ത സ്ഥലം മരുഭൂമി. ആരും പോകാൻ ഇഷ്ടപ്പെടാത്തടത്ത് ആത്മാവ് നടത്തി. ശമരിയ പട്ടണത്തിന്റെ ഉണർവിന്റെ മധ്യേ നിന്ന ഫിലിപ്പോസിനെ ആത്മാവ് ഗസയിലേക്ക് നടത്തി. സമൃദ്ധിയുടെ നടുവിൽ നിന്ന് എഗസ്കേലിനെ ആത്മാവ് താഴ്വരയിലേക്ക് നടത്തി. ആത്മാവ് നടത്തുന്നിടത്തോട്ട് പോട്ടെ. ആത്മാവിന്റെ നടത്തിപ്പിൽ ഞാൻ പോയാൽ ഇപ്പം മരുഭൂമി ആന്നേലും ഈ പോക്ക് അത്ഭുതത്തിലോട്ടാണ്. യേശു കർത്താവ് അവിടെ നിൽക്കുന്ന സാഹചര്യത്തിൽ 3-ാം വാക്യം വായിക്കാൻ മോനെ. 3-ാം വാക്യം 4-ാം അധ്യായം 3-ാം വാക്യം ഞാൻ നിർത്താം. അപ്പോൾ പിശാച് അവനോട്, നീ ദൈവപുത്രൻ എങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. ഇനി ഈ ദിവസങ്ങളിൽ പിശാചിന്റെ പ്രവൃത്തികളെ ജയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ചൊവ്വേ നേരെ ജീവിക്കാൻ താല്പര്യമുള്ളവർക്കും ആ സന്ദേശം. അപ്പോൾ പിശാച് അവനോട്, എപ്പോൾ? ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചില്ല, ഫുഡ് കഴിച്ചില്ല, ആഹാരം കഴിച്ചില്ല. പിശാച് അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരാൻ പറ. വാക്യം ശ്രദ്ധിച്ചോണം. യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. 3-ാം വാക്യം തന്നെ. അപ്പോൾ പിശാച് അവനോട്, നീ ദൈവപുത്രൻ എങ്കിൽ. കണ്ടോ, ഇവിടെ പിശാച് കുരുക്കുന്ന കണ്ടോണം. ഇത് പഠിച്ചേച്ച് പോയ ഇനി കുരുങ്ങുകയല്ല. ഒന്നാമത്തെ കുരുക്ക് കണ്ടോണം. നീ ദൈവപുത്രനെങ്കിൽ, നീ ദൈവപുത്രനാണോ? ദൈവപുത്രനാണെങ്കിൽ എങ്കിൽ, കണ്ടോ, സ്വാഭാവികമായി തോന്നാം ആണോ? ഇതിലെ പഴയ സാറാ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ഏദനിൽ നിന്ന സാറാണ് ഇപ്പൊ മരുഭൂമി വന്നേക്കുന്നേ. ഈ പുള്ളിക്കാരന്റെ കയ്യിൽ ഈ ക്വസ്റ്റ്യനേ ഉള്ളൂ. അന്നും ഈ ചോദ്യം, ഈ പുള്ളിയുടെ എല്ലാ പരീക്ഷയ്ക്കും ഈ ക്വസ്റ്റ്യനാ. അന്ന് പുള്ളി ചോദിച്ചു, നിശ്ചയമായും ഇത് തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? കണ്ടോ, നീ ദൈവപുത്രനാണോ? കണ്ടോ, സംശയം അകത്ത് വരുമ്പോഴാണ് പ്രശ്നങ്ങളുടെ തുടക്കം. കുടുംബജീവിതത്തിലാണെങ്കിലും ശുശ്രൂഷയിലാണെങ്കിലും
വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിലാണെങ്കിലും, പാസ്റ്ററുമായിട്ടുള്ള ബന്ധത്തിലാണെങ്കിലും, ഭർത്താവുമായിട്ടുള്ള ബന്ധത്തിലാണെങ്കിലും, കൂട്ടുവേലക്കാരുടെ ബന്ധത്തിലാണെങ്കിലും സംശയമകത്ത് വരുമ്പോഴാണ് പ്രശ്നം. പക്ഷേ ദൈവത്തിന്റെ ആത്മാവിൽ സംശയമില്ല. ഇത് വെളിപ്പെടുത്തുന്നത് ആരാന്ന് തിരിച്ചറിഞ്ഞാൽ അവിടെയാ നീ ജയിക്കുന്നേ. ഇത് നിന്റെ മനസ്സിൽ കൊണ്ടുവന്നത് ആരാന്ന് തിരിച്ചറിഞ്ഞാൽ. പിശാചിന്റെ എല്ലാ പരീക്ഷയ്ക്കും ക്വസ്റ്റ്യൻ നമ്പർ 1, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരാൻ പറ. അപ്പൊ ചിലരുടെ അകത്ത് ഇങ്ങനെ വിഷയങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ ചോദ്യമുണ്ട്, ഞാനൊരു ദൈവപൈതലാണോ? ഇനി ചിലരിങ്ങനെ കേട്ടോ, ദൂത കേട്ടോ, എന്റെ മേൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവ് തന്നെ ആണോ? സംശയം, കർത്താവ് എന്നെ ഇവിടെ തന്നെ ആണോ നിർത്താൻ ഉദ്ദേശിക്കുന്നേ? യോഹന്നാൻ ചോദിച്ച പോലെ, അതോ മറ്റൊരുത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കണോ? നോ. സംശയത്തിന്റെ ഉറവിടം പിശാചാണ്. ഭർത്താവിനെ സംശയിക്കുന്ന ഭാര്യമാർ ഇതിനകത്തുണ്ടോ? മക്കളെ സംശയിക്കുന്ന മാതാപിതാക്കൾ ഇതിനകത്തുണ്ടോ? ഭാര്യയെ സംശയിക്കുന്ന ഭർത്താക്കന്മാർ ഇതിനകത്തുണ്ടോ? പാസ്റ്ററെ സംശയിക്കുന്ന വിശ്വാസികൾ ഇതിനകത്തുണ്ടോ? തൊട്ടതിനും പിടിച്ചതിനും എല്ലാം സംശയമുള്ളവരുണ്ടോ? That is not come from Lord. That is come from devil. അത് ദൈവത്തിൽ നിന്ന് വന്നതല്ല, അല്ല, 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 അല്ല. നീ ദൈവപുത്രനാണെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കള. ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പോവാൻ പറ. ഇനി കേട്ടോണം, പിശാചിന്റെ പരീക്ഷകൾ എങ്ങനെ ജയിക്കണം, അതെങ്ങനെയാന്ന് കേട്ടോണം. ഒന്നാമത്തെ വിഷയം ശ്രദ്ധിക്കുക, സംശയം, കുരുക്കുന്നത് സംശയം. 2, പിശാച് പറഞ്ഞതിനകത്ത് എന്തോ തെറ്റ്? പാസ്റ്റർ പറ. ഹലോ, യേശുവിന് ഇപ്പൊ എന്തുണ്ട്? വിശപ്പുണ്ട്. പിശാച് എന്ത് പറഞ്ഞേ? ഇച്ചിരി അപ്പം ഉണ്ടാക്കി തിന്നാനല്ലേ പറഞ്ഞേ? എന്തോ തെറ്റ്? എടാ, വിശക്കുന്നവനല്ലേ അപ്പം വേണ്ടേ? ആണോ അല്ലയോ? പിശാച് പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? നീ 10-40 ദിവസമായിട്ട് പട്ടിണി ഇരിക്കുമോ ഇല്ലയോ? കല്ലല്ലേ കിടക്കുന്ന, നീ വലിയ ദൈവപുത്രനാണെങ്കിൽ അവിടെ ഒരു കുഴപ്പമുണ്ട്. നീ ദൈവപുത്രനാണെങ്കിൽ സംശയിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ യേശു ആരാന്ന് യേശുവിന് അറിയായിരുന്നു. സാധാരണക്കാരന്റെ വിശപ്പ് മാറണമെങ്കിലും, വലിയ മനുഷ്യന്റെ വിശപ്പ് മാറണമെങ്കിലും, രാജാവിന്റെ വിശപ്പ് മാറണമെങ്കിലും പരിഹാരം ഒന്നേ ഉള്ളൂ, ഭക്ഷണം. പിശാച് റൂട്ട് കൊണ്ടുവരുന്നുണ്ടോ? അപ്പൊ ഇതിനകത്ത് ദൈവം എന്നോട് പറഞ്ഞ കാര്യം എന്നാണെന്നറിയോ? എനിക്ക് തെറ്റല്ല എന്ന് തോന്നുന്ന ഒരു കാര്യം എന്നെയും കൊണ്ട് ചെയ്യിച്ചവൻ എന്നെ തെറ്റിക്കുന്നു. എനിക്ക് തെറ്റല്ല. എടാ, വിശക്കുന്നവന് ആഹാരം വേണ്ടേ? എനിക്ക് തെറ്റാന്ന് തോന്നാത്ത ഒരു കുരുക്ക് എൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ട് അതിനെന്നാ തെറ്റ് എന്ന് ചിന്തിപ്പിച്ചിട്ട് എന്നെ അതിലൂടെ പിശാചു ആദ്യം കൊണ്ടുവന്ന് ബോംബൊന്നും ഇടില്ല. പുതിയ പരിപാടി തുടങ്ങത്തുള്ളൂ. ആദ്യം പുള്ളി 1 രൂപയുടെ പണി തുടങ്ങും, പിന്നെ പണി 10 രൂപയ്ക്ക് തരും, പിന്നെ 100 രൂപയ്ക്ക് തരും, 500 രൂപയ്ക്ക് തരും. ഇപ്പൊ 5.5 കോടിയുടെ പണിക്കകത്തൊക്കെ കിടക്കുന്നവരുണ്ട്. പതിയെ തുടങ്ങത്തുള്ളൂ. നമുക്കത് തെറ്റാന്ന് തോന്നത്തുമില്ല. ഇവിടെ വിഷയം. സ്വോത്രം. നമ്മളോടാ വല്ലതും പറഞ്ഞെങ്കിൽ പിശാചിനും കൂടെ പൊറോട്ട മേടിച്ചു കൊടുത്തേനെ, നീ ഇവിടെ കഴിച്ചു. പക്ഷെ യേശു സെൻസ് ചെയ്തു. ഹല്ലേലൂയ. നീ ദൈവപുത്രൻ ആണെങ്കിൽ 2, വിശപ്പില്ലേ മോനെ, ഭക്ഷണം കഴിക്കേ. കണ്ടോ തെറ്റാണോ പറഞ്ഞേ? യൗവനക്കാരെല്ലാം കേട്ടോണം. പാപത്തെ ജയിക്കാൻ കഴിയാത്തവരൊക്കെ ഇത് കേട്ടോണം. നിനക്ക് തെറ്റായി തോന്നാത്ത ഒരു കാര്യത്തെ നിന്നിൽ കൊണ്ടുവന്നിട്ടിട്ട് അതിനകത്ത് നിന്നെ കുരുക്കും. ചില പിള്ളേർ പറഞ്ഞിട്ടില്ലേ, ആദ്യമൊക്കെ അവൻ എനിക്ക് ഭയങ്കര ഫ്രണ്ടായിരുന്നു, ഞങ്ങൾ തമ്മിൽ ഒരു ഫ്രണ്ടിനെ പോലായിരുന്നു. സ്തോത്രം. ഒരു
ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് തുടങ്ങിയതാ, അത് ആത്മഹത്യ വന്നു. കണ്ടോ, ഫ്രണ്ട്ഷിപ്പിനകത്താ തുടങ്ങി. അത് തെറ്റാന്ന് അന്നേരം തോന്നിയില്ല. നിനക്ക് തെറ്റാന്ന് തോന്നാത്ത ഒരു കാര്യത്തെ നിന്റെ അകത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ട് നിന്നെ അതിൽ കുരുക്കുന്നവനാണ് സാത്താൻ. ഇന്ന് പകൽ ഇതിനെ ആത്മാവുള്ളവൻ തിരിച്ചറിയും. ആത്മാവുള്ളവനെ തിരിച്ചറിയൂ. എഴുതി വെച്ചോ ഈ വെളിപ്പാട്. കാതിൽ കേട്ട ശബ്ദമാ വെളിപ്പെടുത്തുന്നേ. കണ്ടോ, ഇവിടെ ലക്ഷ്യം തെറ്റല്ല, ലക്ഷ്യം കറക്റ്റാ. വിശക്കുന്നതിനെന്തോ വേണം, ആരും വേണം. ലക്ഷ്യം എന്തല്ല, തെറ്റില്ല. പക്ഷെ മാർഗമാ തെറ്റ്. അതിന് കണ്ടെടുത്ത മാർഗം. ഞാനിലേക്ക് വരുക, ഞാനിപ്പോ നിർത്തിയേക്കാം. എത്ര പേർക്ക് ഇന്ന് പകൽ പുതിയ വെളിപ്പാടുകളാത്തോട്ട് കയറുന്നുണ്ട്? എനിക്ക് തെറ്റല്ല എന്ന് തോന്നുന്ന ഒരു കാര്യത്തിലൂടെ പിശാചിനെ വീഴ്ത്താൻ സാധ്യതയുണ്ട്. പക്ഷേ ആത്മനിറവുള്ളവൻ ഇതിനെ തിരിച്ചറിയും. ഇതിനെ തിരിച്ചറിയുന്നവന് പ്രമോഷനാ. ഞാൻ പറയട്ടെ, യേശു കർത്താവ് വചനത്തിലൂടെ പിശാചിനോട് ഇടപെടുന്നു, സംസാരിക്കുന്നു. അപ്പൊ പിശാചും, എന്നെ നോക്കുക, പിശാചും വചനത്തിലൂടെ തന്നെ തിരിച്ചിടപെടുന്നു. അപ്പൊ പിശാചിന് വചനം അറിയാം. പിശാചിന് വചനം അറിയാമെന്ന കാരണത്താൽ നീയും വചനം അറിയണം. അല്ലെങ്കിൽ അവൻ്റേത് കൊണ്ട് നിന്നെ അവൻ തെറ്റിക്കും. പക്ഷെ നിന്റേത് കൊണ്ട് അവനെ നീ കീഴ്പ്പെടുത്തണം. അല്ല, ഞാൻ കേട്ടോ, ഇത് കേട്ടോ. ഉയർന്ന ഒരു മലയുടെ മേളിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, താഴോട്ട് ചാടിക്കോ, നിന്നെ കൈകളെ താങ്ങാൻ ദൂതന്മാർ കൽപ്പിക്കും, നിന്റെ കാലിൽ ഒരു കല്ലിൽ പോലും തട്ടിപ്പോ. 91 സങ്കീർത്തന പുള്ളി പറഞ്ഞേ. ആര്? പാസ്റ്റർ അല്ല, പിശാച്. 91 സങ്കീർത്തനം. അപ്പൊ നമ്മൾ രാത്രി പേടിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കത്തുമില്ല, ദൈവത്തെ അറിയത്തുമില്ല, ഇച്ചിരി വെള്ളം അടിച്ചിട്ടായാലും 91 സങ്കീർത്തനം ചൊല്ലിയിട്ടേ ഉറങ്ങും. കാരണം പുള്ളി പറഞ്ഞ 91 സങ്കീർത്തനം പറഞ്ഞ പിശാച് വരത്തില്ലെന്ന്. നിനക്ക് മുമ്പേ പിശാചായി സങ്കീർത്തനം ആദ്യം പഠിച്ചേ. പിശാച് വചനം അറിയാം അല്ലേ? ഏറ്റവും ഒടുവിൽ പറഞ്ഞ എന്താ? ഏറ്റവും അവസാനം പറഞ്ഞത്, നിന്നെ കാപ്പാൻ അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, നിന്റെ കാൽ കല്ലിനോട് തട്ടിപ്പോകാന്ന് പറഞ്ഞ കൈകൾ താങ്ങിക്കൊള്ളും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നല്ലോ. 12 വാക്യത്തിൽ യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് അരുളി ചെയ്തിരിക്കുന്നു. അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് ചെന്നു. ഈ നിയോഗം നിന്നെ മരുഭൂമിയിലേക്ക് നടത്തിയെങ്കിലും, ഈ നിയോഗം നിന്നെ പരീക്ഷയിലേക്ക് നടത്തിയെങ്കിലും, ഇതിന്റെ ഫൈനൽ എന്ന് പറയുന്നത് അത്ഭുതമാണ്.